50 വയസ്സ് കഴിഞ്ഞോ? മുഖത്ത് പ്രായത്തിൻ്റെ അടയാളങ്ങൾ കടന്നു വന്നതായും അതുകൊണ്ട് തന്നെ ആകെ ഒരു നിരാശയും. വയസ്സൊക്കെ ഇത്രയായില്ലേ, ഇനി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 50 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് നല്ല ചെറുപ്പത്തോടെയും ചുറുചുറുക്കോടെയും ഇരിക്കാനായിട്ട് സാധിക്കും. അതിന് കുറച്ച് സമയവും ഇത്തിരി മനസ്സും നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50 വയസ്സ് കഴിഞ്ഞാലും വളരെ യൂത്ത്ഫുള്ളായിട്ട്, റേഡിയൻ്റ് ആയിട്ട്, വളരെ ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രായം എത്രയായാലും യുവത്വത്തോടെ ഇരിക്കണം, പ്രസൻറ്റബിളായിട്ടിരിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടും നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടും നിലവിൽ നമുക്കുള്ള പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം നമുക്ക് തോന്നുന്നുണ്ടാകാം. ഏജിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ എന്താണ് ഈ ഏജിംഗ്? 3 തരത്തിലുള്ള ഏജിംഗ് ആണുള്ളത്. അതിലൊന്ന് ക്രോണോളജിക്കൽ ഏജ്, അതായത് നമ്മുടെ ആക്ച്വൽ ഏജ്, നമ്മുടെ യഥാർത്ഥ പ്രായം, നമ്മൾ ജനിച്ച് ഈ സമയം വരെയുള്ള നമ്മുടെ പ്രായമാണത്. രണ്ടാമത്തേത് ബയോളജിക്കൽ ഏജ്, അതായത് നമുക്ക് 20 വയസ്സായിരിക്കും, പക്ഷേ നമ്മുടെ ശരീരത്തിന് 30 വയസ്സുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 60 വയസ്സുണ്ടാകും, പക്ഷേ നമ്മുടെ ശരീരത്തിന് 30 വയസ്സാകും. അതായത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ എത്ര വയസ്സുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കണ്ടിട്ടില്ലേ, ചില 50 വയസ്സുകാർ 30 വയസ്സുകാരെ പോലെ എനർജറ്റിക് ആയിരിക്കും, ചില 30 വയസ്സുകാർ 60 വയസ്സുകാരെ പോലെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത്, ലൈഫ് സ്റ്റൈല് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണിത്. ഇനി മൂന്നാമത്തേത് സൈക്കോളജിക്കൽ ഏജ്, അതായത് നമ്മുടെ മാനസിക നില പോലെയാണ്. വളരെ ചെറുപ്പമാണെങ്കിലും 60 വയസ്സുകാരെ പോലെ പെരുമാറുന്ന ആളുകളുണ്ട്. എന്നാൽ ചില 60 വയസ്സുകാർ 20 വയസ്സുകാരുടെ ഒരു കുട്ടിത്വവും ചെറുപ്പവുമൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരും ഉണ്ടാകാം. പ്രായം എത്രയാണെങ്കിലും മനസ്സുകൊണ്ട് ചെറുപ്പമാകാൻ സാധിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഏജിംഗ് ആണുള്ളത്: ക്രോണോളജിക്കൽ ഏജ്, ബയോളജിക്കൽ ഏജ്, സൈക്കോളജിക്കൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ ജനിച്ച വർഷവും നമ്മളുടെ ഇപ്പോഴത്തെ പ്രായവും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. അത് ബയോളജിക്കൽ ഏജും സൈക്കോളജിക്കൽ ഏജുമാണ്. മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കുക, ശരീരം കൊണ്ടും ചെറുപ്പമായിരിക്കുക. ഒരു കാര്യത്തിനും പ്രായം ഒരു തടസ്സമല്ല. നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, നമുക്കതിൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം മാത്രം നമ്മളത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതുവരെയും സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇന്ന് മുതൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഒരു 50 വയസ്സാകുമ്പോഴേക്കും ശരീരത്തിൽ നടക്കുന്നത് ഒരു സൈലന്റ് റെവല്യൂഷനാണ്. കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ കുറയുന്നു, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടാകുന്നു, കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുന്നു, സെൽ ടേൺ ഓവർ കുറയുന്നത് കൊണ്ട് സ്കിൻ ഡള്ളാവുന്നു, അൺഈവൻ സ്കിൻ ടോൺ ആകുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം ഓവർകം ചെയ്ത് വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സ്കിൻ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഒരുപാട് ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് മസൂർ ദാലാണ്, അതായത് ചുവന്ന പരിപ്പാണ്. ധാരാളം ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണിത്. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും സ്കിൻ നല്ല ഈവൻ ടോൺ ആക്കാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. ഡെഡ് സെൽസിനെയൊക്കെ ഇത് നീക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B1 അയൺ കണ്ടന്റും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകാനും അതേപോലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഡൾനെസ് ഇതൊക്കെ മാറ്റി സ്കിൻ നല്ല യൂത്ത്ഫുൾ ആകാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഫേസ് പാക്കിൽ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മസൂർ ദാലാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയിൽ ധാരാളം ഫെറൂലിക് ആസിഡും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ റാഡിക്കൽ ഡാമേജിനെ തടയുകയും ഏജിങ്ങിന് കാരണമായ കൊളാജൻ ബ്രേക്ക് ഡൗൺ കുറയ്ക്കുവാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും നല്ല ടൈറ്റൻ ആകാനായിട്ടും അരിപ്പൊടി സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം തൈരാണ്. തൈരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാക്റ്റിക് ആസിഡ് ആണ്. ഇത് സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാനുമായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ്. ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട. സ്കിൻ ടൈറ്റൻ ആകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട. അതേപോലെ തന്നെ സ്കിന്നിനെ ഒന്ന് ഫേം ആക്കി അതിനെ ഒന്ന് റേഡിയൻ്റ് ആയിട്ട് നിലനിർത്താനായിട്ട് ഈ മുട്ടയുടെ വെള്ള നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യം തേനാണ്.
തേനെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് പ്രായമാവുന്നതിനനുസരിച്ച് വരണ്ടു പോകുന്ന ചർമ്മത്തിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് മോയ്സ്ചറാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനായിട്ട് തേൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് തേൻ വളരെയധികം ആവശ്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് പാലാണ്. അതായത് റോ മിൽക്കാണ്, തിളപ്പിക്കാത്ത പാലാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ ഏജ് മുതൽ ആളുകൾ പാല് സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ക്ലിയോപാട്രയൊക്കെ പാലിൽ കുളിച്ചിരുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പാലെന്ന് പറയുന്നത് സ്കിൻ കെയറിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ മസൂർ ദാൽ എടുക്കുക. അത് വെള്ളത്തിലിട്ട് കുറച്ച് സമയം സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 1 അവർ വെച്ച് കഴിയുമ്പോഴേക്കും അതെടുത്ത് അതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് പാലൊഴിച്ച് അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് വേണം നിങ്ങളത് അരച്ചെടുക്കാനായിട്ട്. ഒരു തരി പോലും ഇല്ലാത്ത വിധം അത് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ തേന് ആഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നമുക്ക് മുട്ടയുടെ വെള്ള അതിലേക്ക് ആഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാഷ് ചെയ്ത ക്ലെൻസ് ചെയ്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല തിക്ക് ലെയറായിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ മുഖത്ത് ഫൈൻ ലൈൻസും റിങ്കിൾസും അതുപോലെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പതിയെ റിഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഫേസ് പാക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു 50+ എത്തി നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു AM റുട്ടീനും ഒരു PM റുട്ടീനും ഉണ്ടായിരിക്കണം. മോർണിംഗിൽ വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം ടോണർ ഉപയോഗിക്കാം. ടോണർ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ടൈപ്പിലുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യുക. വീട്ടിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ നൈറ്റ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സിറം കൂടി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റെറ്റിനോൾ സിറം യൂസ് ചെയ്യാവുന്നതാണ്. റെറ്റിനോൾ ഒരു ലോ പെർസെൻറ്റേജിൽ നിന്ന്, നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ലോ പെർസെൻറ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. മിനിമലിസ്റ്റിൻ്റെ നല്ല റെറ്റിനോൾ സിറമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ആൻറ്റി ഏജിങ് ക്രീം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻറ്റി ഏജിങ് ക്രീം നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ആൻറ്റി ഏജിങ് ക്രീമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ഇത്തരം ഫേസ് പാക്കുകളും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. മുഖത്ത് വളരെ വിസിബിൾ ആയിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടും നമ്മൾ വലിയ കെയർ ഒന്നും കൊടുക്കാത്തത് കൊണ്ടുമാണ് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരുന്നതും അതേപോലെ തന്നെ ഈ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ കെയർ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യങ്ങായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പ്രായമായില്ലേ ഇനി എന്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരും തന്നെ അങ്ങനെ ചിന്തിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യണം.
സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ ഫേസ് പാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യണം മുഖം കഴുകാനായിട്ട്, അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല. അത് നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങളുടെ മുഖത്ത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ കെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അതും ശ്രദ്ധിക്കുക. വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക. വെള്ളമൊക്കെ കുടിക്കുന്നത് വളരെയധികം ആവശ്യമാണ്. ഇപ്പോൾ വേനൽക്കാലമാണ്, സ്കിന്ന് വളരെയധികം ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വളരെ വേഗം നമ്മുടെ സ്കിന്നിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. ഉറങ്ങുക, നല്ലതുപോലെ ഉറങ്ങുക. ഒരു 8 മണിക്കൂർ നമുക്ക് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മുഖം വളരെയധികം ഡള്ളാകുകയും ഡാർക്ക് സർക്കിൾസ് വരികയും ഒക്കെ ചെയ്യും. ഇതൊക്കെ ഈ ഒരു പ്രായത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു കാര്യം. പിന്നെ അത് പോകാൻ കുറേ സമയം നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിതൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്ട്രെസ്സ്, ടെൻഷൻ ഇത്തരം കാര്യങ്ങളൊന്നും ജീവിതത്തിൽ അധികം എടുക്കാതിരിക്കുക. നമ്മൾ സമാധാനത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവായ ആളുകളെയും സാഹചര്യങ്ങളെയും ഒക്കെ ഒഴിവാക്കി നമ്മുടെ സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.